സാധാരണമായി കാണുന്ന ഒരു ഡൈജസ്റ്റീവ് കംപ്ലയിൻ്റ് ആണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. ഡെയിലി റെഗുലറായിട്ട് മോഷന് പോയിട്ടിരുന്ന ആളുകളിൽ പെട്ടെന്ന് തടസ്സം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 2-3 തവണ വയറ്റിന്ന് പോകുന്നുള്ളൂ. പോകും തന്നെ ഭയങ്കര പ്രയാസമായിട്ടാണ് പോകുന്നത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്ന സ്റ്റൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. ചില സമയത്ത് വിരലുകൾ ഉപയോഗിച്ച് മാനുവലായിട്ട് എടുത്ത് കളയണം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ ഈ സിംറ്റംസ് ഒക്കെ ആയിട്ടാണ് പേഷ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. മലം അല്ലെങ്കിൽ സ്റ്റൂൾ മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയും പോകാനുള്ള ടെൻഡൻസിയാണ്. ഇത്തരം ബുദ്ധിമുട്ടുകളായിട്ടാണ് പേഷ്യൻസ് വരാറ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള പേരിൽ. ഇതിൻ്റെ പ്രധാന കാരണം ഭക്ഷണ രീതി തന്നെയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറിൻ്റെയും പഴവർഗ്ഗങ്ങളുടെയും അളവ് കുറയുമ്പോൾ ഇറച്ചി മാത്രം കഴിച്ചു വരും, അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഈ ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതായത് നമ്മൾ വെള്ളം കൂടി കുറയുന്ന ആളുകളിൽ മലബന്ധം നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ബോഡി തീരെ അനങ്ങാതിരിക്കുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തൊക്കെ എക്സസൈസ് പോയിട്ട് പ്രോപ്പറായിട്ടൊന്നും നടക്കാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇരുന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അസുഖം മൂലം കിടപ്പിലായവർ, അവരിലും ഈ മലബന്ധം കാണാറുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ ഉണ്ടാവാറുണ്ട്. സ്റ്റിമുലൻസ് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് ചായ, കാപ്പി, ആൽക്കഹോൾ ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് വരുന്നവരിൽ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് പാൽ ഉൽപ്പന്നങ്ങളും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. സ്ഥലം മാറുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും മോഷന് ബുദ്ധിമുട്ടാവാറുണ്ട്. ചില മെഡിസിൻസ് ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റിനെ ബാധിക്കും. അങ്ങനെയും ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. സ്റ്റൂൾ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ മറ്റ് സിംറ്റംസ് ഉണ്ടാകും. ചിലർ പറയും വയറൊന്നാകെ വീർത്ത് പൊട്ടാനായ പോലെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ വിശപ്പ് ഇപ്പം കുറവാണ്, വയറ്റിന് ഭയങ്കര വേദനയാണ്, ബാക്ക് പെയിൻ ആണ്, ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ സിംറ്റം ഇതിനോട് ബന്ധപ്പെടുത്തി കാണാം. മലബന്ധത്തിനോടൊപ്പം തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പൈൽസ് ആകാം. ഈ മലബന്ധവും ബ്ലീഡിങ്ങും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വെയിറ്റ് കുറഞ്ഞു വരികയാണ്, ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാണ്, ഇങ്ങനത്തെ സൂചനകൾക്ക് ബോഡി തരാണെങ്കിൽ അതൊരു പക്ഷേ ക്യാൻസർ ആകാം. ചിലപ്പോൾ സ്റ്റൂൾ പാസ് ചെയ്യുന്നിടത്ത് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകും, അതോടൊപ്പം തന്നെ മലബന്ധം ഉണ്ടാകും. അതൊരു പക്ഷേ ഫിഷർ ആകാം, അല്ലെങ്കിൽ അവിടെ വരുന്ന എന്തെങ്കിലും ഒരു ട്യൂമർ ആകാം. സ്റ്റൂൾ പാസ് ചെയ്യാൻ പറ്റാത്തതിനോടൊപ്പം തന്നെ ഗ്യാസും പോകുന്നില്ല, അതൊരു പക്ഷേ അവിടെ വരുന്ന എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാരണമാകാം. മറ്റ് പല രോഗങ്ങളിലും കോൺസ്റ്റിപ്പേഷൻ ഒരു സിംറ്റമാണ്. അതായത് ഡയബറ്റീസ് ലെവലുണ്ടാകാം, തൈറോയിഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകാം, ചില ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിലും കോൺസ്റ്റിപ്പേഷൻ ഒരു സിംറ്റമാണ്. സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴും ഈ ഒരു മലബന്ധം എന്നുള്ള അവസ്ഥ വരാം. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അത് റൂൾ ഔട്ട് ചെയ്ത് തന്നെ എടുക്കണം. അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഡയറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ, അതായത് ആരടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. ആരടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയർ, അതുപോലത്തെ ഇലഭക്ഷണങ്ങൾ, ചീര പോലെയുള്ള ഇലവർഗ്ഗങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് കഴിക്കണം. ഫൈബേഴ്സ് സ്റ്റൂളിനെ സോഫ്റ്റ് ആക്കുകയും മോഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഫ്രൂട്ട്സൊക്കെ ജ്യൂസായിട്ട് കഴിക്കുക, അത് അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി ജ്യൂസ് ആക്കുകയാണെങ്കിൽ തന്നെ അതിൽ പാലും പഞ്ചസാരയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കണം. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടലിലൂടെ പാസ് ചെയ്യുമ്പം അവിടുന്ന് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ വെള്ളം കൂടി കുറയുമ്പം സ്റ്റൂള് ഡ്രൈ ആവുകയും ഹാർഡാവുകയും ചെയ്യും. പിന്നെ അത് പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ ഡെയിലി ഒരു 18 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരാൾ കുടിക്കണം. മൈദ എപ്പോഴും കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മൈദയെ ഗോതമ്പ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ കാലി വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് മോഷന് ഹെൽപ്പ് ചെയ്യും. ഇളം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ രാത്രി വെള്ളത്തിൽ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ചിയാ സീഡ്സോ അല്ലെങ്കിൽ ഫിഗ്, അതായത് അത്തിപ്പഴം, ഇതെല്ലാം കുതിർത്തി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് കഴിക്കുന്നത് മോഷനെ സഹായിക്കും. നല്ല ജീരകം തിളപ്പിച്ച വെള്ളം കാലി വയറ്റിൽ കുടിക്കുന്നതും മോഷനെ ഹെൽപ്പ് ചെയ്യും. അമിതവണ്ണമുള്ളവർ വെയിറ്റ് കുറയ്ക്കണം. ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കണം. അത് ഹെവി എക്സസൈസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 20 മിനിറ്റ് നടക്കാനെങ്കിലും മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം
ഒരു 10 മിനിറ്റ് നടക്കുന്നത് നല്ലതാണ്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നടക്കുന്നത് അത് ഗട്ട് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ ഡൈജഷനൊക്കെ പെട്ടെന്ന് നടക്കും. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് അരമണിക്കൂർ വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്